ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ജനവിരുദ്ധ നിലപാട് ഒരു വിരുദ്ധ നിലപാട് എടുക്കുമെന്നും പറയാൻ പറ്റില്ല നമുക്ക്. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ കള്ളത്തരം വീണ ഉള്ള മകളും മരുമകന് ഇവരെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ അഴിമതികളാണ് കാണിക്കുന്നത്. അവരവരുടെ കുടുംബസ്വത്തും കാര്യങ്ങളും അവർ മാത്രം മുമ്പോട്ട് കൊണ്ടുള്ള ഈ വയനാടുകാരോട് കാണിച്ച ചതി തന്നെയാണ്, വലിയൊരു ചതി. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമെന്നോർത്താണ് വയനാടുകാർ വിജയിപ്പിച്ചത്. ഈ പ്രാവശ്യം ആ ഒരു തരംഗം ഉണ്ടായത് നരേന്ദ്രമോദിയുടെ ആ ഒരു ഇതുകൊണ്ട് മാത്രമെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ഒരു ഇതും മതവിദ്വേഷവും പിന്നെ എല്ലാ വാഗ്ദാനങ്ങളും നൽകി ഒന്നും നിറവേറ്റിയില്ല. ദേശീയ തലത്തിൽ മോദിക്കെതിരായിട്ട് പ്രിയങ്ക ഗാന്ധി തന്നെ വരണം. ഏറ്റവും വ്യക്തിപരമായിട്ട് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി, രാഹുലിനേക്കാളും കുറച്ചുകൂടി എനർജറ്റിക് പ്രിയങ്ക ഗാന്ധിയാണ്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അല്ല, ഇനി മോദി സർക്കാർ എങ്ങനെ വരുമെന്നറിയില്ല. സ്വർണത്തിന് 55,000 രൂപയായി. ഒരു പാവപ്പെട്ടവനെ കെട്ടിക്കൂല അല്ലേ? എന്തോ ആയിക്കോട്ടെ, നല്ല ഭരണം ഭരിച്ചെന്നാലേ അവർക്ക് കൊള്ളാം. രാഹുൽ ഗാന്ധി റായ്ബറേലിയെ സ്വീകരിച്ചു. എന്താണ് അഭിപ്രായം? വയനാട്ടിലേക്ക് ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും വരിക. എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം? അല്ല, പുള്ളിക്ക് കൂടുതൽ എളുപ്പം അതായിരിക്കും. റായ്ബറേലി ഉള്ള നേരത്തെ തൊട്ടേ അവിടെയുള്ള ജനങ്ങളാണ് പുള്ളിയെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വട്ടം ഇവിടെ വയനാട് വിജയിച്ചതാണല്ലോ. അല്ല, കൂടുതൽ അടുപ്പം അയാളുടെ നാട് ആയിട്ട് ജനങ്ങൾക്കാണ്. അപ്പോൾ വയനാട്ടിലെ ജനങ്ങളുമായിട്ട് ഒരു അടുപ്പമില്ല എന്നാണോ? അതല്ല, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി നിർത്തിയിട്ടുണ്ട്, നിൽക്കുമായിരിക്കും. നിൽക്കുകയാണെങ്കിൽ അവർ ജയിക്കും. അപ്പോൾ പ്രിയങ്ക ചിലപ്പോൾ. എന്നാലും വയനാട് ഉള്ള ആൾക്കാരോട് രാഹുൽ ഗാന്ധി കാണിച്ചത് ഒരു ചതിയല്ലേ? അത് ശരിയാണ്, അത് വയനാടുള്ള ജനങ്ങൾ എന്താണ് വിചാരിച്ചത്? രാഹുൽ ഗാന്ധി ഞങ്ങളെ ആയിരിക്കും സ്വീകരിക്കുക. അയാൾക്ക് ആത്മബന്ധം മറ്റേ റായ്ബറേലി അവരായിട്ടാണ് കൂടുതൽ ആത്മബന്ധമുള്ളത്. നേരത്തെ തൊട്ടുള്ള ബന്ധങ്ങളാണ്. ഈ വയനാട്ടിലേക്ക് അധികം നാളായിട്ടില്ലല്ലോ, ഒരു 5-6 കൊല്ലത്തെ പരിചയമല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഇനി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ വയനാട്ടിലെ ആൾക്കാർ എങ്ങനെയായിരിക്കും അവരെ സ്വീകരിക്കുന്നത്? അത് ജനങ്ങളുടെ ഇരിക്കണം. നമുക്ക് ഇപ്പോഴേ അത് മുൻകൂട്ടി പറയാൻ പറ്റൂല. അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് അവരുടെ മനസ്സിൽ ജനങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റേജാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി ഇനിയൊരു ലോക്സഭ തെരഞ്ഞെടുപ്പ് വന്നിട്ട് രാഹുൽ ഗാന്ധി വയനാട് തന്നെ നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും. അതോ ഇതൊരു തിരിച്ചടിയായിട്ട് അത് ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് ജനങ്ങളുടെ മനസ്സാണ്. നമുക്കും ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റാത്ത അന്നേരത്തെ രാഷ്ട്രീയ സാഹചര്യം പോലെ ഇരിക്കും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അന്നേരത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചായിരിക്കും ജനങ്ങൾ തീരുമാനം എടുക്കുന്നത്. ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിലും LDF എന്നും UDF എന്നും LDF എന്നും BJP എന്നും ആരായിരിക്കും വരിക സ്ഥാനാർത്ഥിയായിട്ട്? അത് നമുക്ക് അതൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവർ ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് ഇടുക. എന്നാലും ആരായിരിക്കും നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് വരാൻ പറ്റിയത്? അത് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നമ്മൾക്ക് പറയാൻ പറ്റില്ല. അവരെ ഏറ്റവും നല്ല കണ്ടസ്റ്റന്റിനെ. പ്രിയങ്ക ഗാന്ധി നിൽക്കുകയാണെങ്കിൽ K സുരേന്ദ്രൻ നിൽക്കും എന്നാണ് പറഞ്ഞത്. BJP പൊട്ടാൻ ചാൻസ് ഉണ്ടോ അതോ ജയിക്കാൻ ചാൻസ് ഉണ്ടോ? സുരേന്ദ്രൻ നിന്ന് കഴിഞ്ഞാലൊന്നും വിജയിക്കില്ല. ഇല്ല 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 ഇനിയിപ്പോൾ ഒരു പക്ഷെ ആനി രാജ തന്നെ LDF പിന്നെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2ാം സ്ഥാനത്താണല്ലോ വന്നത്. ആനി രാജ നിൽക്കുകയാണെങ്കിൽ പിന്നെയും വിജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല നമുക്ക്. LDF വിരുദ്ധാവോ ഇനി കേരളം? അറിയാമല്ലോ, അതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും. നമുക്ക് ജനങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യങ്ങളാണ്, അവരാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ജനവിരുദ്ധ നിലപാട് ഒരു വിരുദ്ധ നിലപാട് എടുക്കുമെന്നും പറയാൻ പറ്റില്ല നമുക്ക്. അതൊക്കെ നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ. എങ്ങനെയായാലും വയനാടുള്ള ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കും. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പുള്ളിയെ വിജയിപ്പിച്ചു വിട്ടത്. പക്ഷേ അയാൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് MP ആകാനല്ലേ പറ്റുള്ളൂ. റായ്ബറേലിയാണ് ചൂസ് ചെയ്തത്, സ്വീകരിച്ചത് രാഹുൽ ഗാന്ധി. എന്താണ് അഭിപ്രായം? അതിലൊന്നും പറയാൻ ഞങ്ങൾക്കില്ല. പിന്നെ നമ്മളെ മുഖ്യമന്ത്രിയെ പറ്റി മാത്രമാണെങ്കിൽ ഓക്കെ പറഞ്ഞോളൂ. മുഖ്യമന്ത്രിയെ പറ്റി എന്താണ്? മുഖ്യമന്ത്രിയെ പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. ഞങ്ങളെ മറ്റേ പെൻഷനൊക്കെ തരുന്നുണ്ട്. കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഉണ്ട്. ഇതിനു മുന്നേ 7 മാസത്തെ പെൻഷൻ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അതൊക്കെ ചിലർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, കിട്ടിയ ഇതുണ്ട്. ഞങ്ങൾക്ക് കിട്ടാറുണ്ട്, എല്ലാ മാസവും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഒരു സമയം 2 ഗഡു, ഒരു സമയം 1 ഗഡു, ഇങ്ങനെ വെച്ച് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. എനിക്കിഷ്ടം വയനാട്ടിൽ മത്സരിക്കാനാണ് താല്പര്യം. പ്രിയങ്ക ഗാന്ധി ആണേലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വയനാട്ടിലെ ആൾക്കാരെ ചതിച്ച പോലെ ആയില്ലേ ഇപ്പോൾ റായ്ബറേലിയെ സ്വീകരിച്ചത്? വയനാടുള്ള ജനങ്ങള് രാഹുൽ വയനാടിനെ സ്വീകരിക്കുന്നല്ലേ വിചാരിച്ചു? വയനാടിന് ഇങ്ങോട്ട്, അതായത് മറ്റേ അവിടുത്തെ നൈറോബിയിലെ കേസ് ഇതുണ്ട്. അതായത് അവർ പകരത്തിന് പ്രിയങ്കയെ നിർത്താമെന്നാണ് ഇപ്പം നിലവിൽ വന്നേക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങളും എനിക്കറിയില്ല. പ്രിയങ്ക രാഹുലിനെ സ്വീകരിച്ച പോലെ തന്നെ വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കയെ സ്വീകരിക്കുന്നു തോന്നുന്നുണ്ടോ? ശരിക്കും ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി. എന്നാലും എന്താ പറയാ, രാഹുൽ ഗാന്ധി ഇത് ചെയ്തത് ചതിയായ പോലെ ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അതേപോലെ ഒരിക്കലും ഇല്ല. ഇത് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി 100% ഇങ്ങോട്ടേക്ക്, അതായത് 100% വയനാട്ടുകാർ ഏറ്റെടുക്കും. 100%. അത് ഉറപ്പാണ്. എങ്ങനെയായാലും അങ്ങോട്ടേക്ക് പുള്ളിയുടെ പ്രവർത്തനമായിരിക്കണം. ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധി നിൽക്കുകയാണല്ലോ വയനാട്. അപ്പോൾ കൂട്ടത്തിൽ മത്സരിക്കാൻ ആരായിരിക്കും? BJP ന്നും LDF ന്നും വരുന്നുണ്ടാവാം. BJP വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. BJP ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് K സുരേന്ദ്രൻ ആയിരിക്കും എന്നാണ്. ഒരു കാര്യമില്ല, BJP അവിടെ. പിന്നെ ഇങ്ങോട്ടേ സുരേഷ് ഗോപി ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതും സംഭവിക്കാം. തൃശ്ശൂരിലെ ആ ഒരു ഇത് എടുത്തിട്ട് വയനാടുള്ള ജനങ്ങൾ അങ്ങോട്ട് പോവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അതാണ് കേസ്. അല്ല, വയനാട് എന്തായാലും BJPക്ക് കിട്ടുമോ കിട്ടില്ലോ എന്നുള്ള അതൊരിക്കലും കിട്ടത്തില്ല അവിടെ. ഇനിയിപ്പോ ആനി രാജ എന്താ 2ാം സ്ഥാനത്താണല്ലോ എത്തിയത്. ആനി രാജ ഇങ്ങോട്ടേക്ക് എന്തോന്നാ അവരുടെ ഒരു അഡ്രസ് പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അതുള്ള കാര്യം പറയാം. അപ്പൊ ഇനി കേരളം LDF വിരുദ്ധം ആവും എന്ന് തോന്നുന്നുണ്ടോ? 100%. അത് എന്തുകൊണ്ടായിരിക്കും? അതുകൊണ്ട് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ അഴിമതി 110% ഭരണവിരുദ്ധ വികാരമാണോ ഇപ്പൊ ജനങ്ങൾക്കുള്ളത്? ഉറപ്പായിട്ടും, സത്യമായിട്ടും. പിണറായി വിജയന്റെ ഏറ്റവും വലിയ കള്ളത്തരം വീണ മകളും മരുമകന് ഇവരെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ അഴിമതികളാണ് കാണിക്കുന്നത്. അവരവരുടെ കുടുംബസ്വത്തും കാര്യങ്ങളും അവർ മാത്രം മുമ്പോട്ട് പോകുന്നത്. ഇതിനകത്ത് എല്ലാം പിണറായി കുടുംബസ്നേഹിയാണെന്ന് പറഞ്ഞാലോ? കുടുംബസ്നേഹിയാന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കുടുംബത്തെ മാത്രം സ്നേഹിക്കുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. ആണോ അല്ലയോ? അത് ജനങ്ങളെ സേവിക്കണം, അതായത് കുടുംബത്തെ അല്ല, സ്വന്തം കുടുംബത്തെ ഒട്ടും സേവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ആര് സേവിക്കുന്നു? ഇങ്ങോട്ട് ജനങ്ങളെ പിഴിയുന്നു എന്ന് പറ, അങ്ങനെ പറയണം. വയനാടുകാരോട് കാണിച്ച ചതി തന്നെയാണ്, വലിയൊരു ചതി. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമെന്നോർത്താണ് വയനാടുകാർ വിജയിപ്പിച്ചത്. പിന്നെ അവിടെ കൊണ്ട് നോമിനേഷൻ കൊടുത്ത് അവിടെ പോയി സ്ഥാനാർത്ഥിയാകുമെന്ന് ഓർത്തില്ല. അവിടെ നിന്നേച്ചെങ്കിൽ ചിലപ്പോൾ ഇവിടെ ജയിക്കില്ലായിരുന്നു. നമ്മുടെ കേരളക്കാരറിയാമല്ല, അങ്ങനത്തെ ഒരാളല്ലല്ലോ ആവശ്യം. മനസ്സിലായി? എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യം നോക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലൊരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിലെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളാക്കണം. അത് വേറെ വീട്ടിലെ കാര്യം നോക്കിയാൽ എന്ത് ചെയ്യും? അപ്പോൾ ആ കാണിച്ച ചതി തന്നെയാണ്. അത് ചതി എന്ന് വെച്ചാൽ അതൊരു ഇതാണ്, അത് തെറ്റായ ഒരു പ്രവണത ഇങ്ങനെ ഇവിടെ വിട്ടു പോണത്. ഇനി അടുത്തൊരു ലോക്സഭാ മത്സരം വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി അപ്പോൾ സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ വയനാടുകാർ അതേപോലെ സ്വീകരിക്കാൻ തയ്യാറാവും എന്ന് തോന്നുന്നുണ്ടോ? വയനാടുകാർ ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് വികാരമല്ല, അവർക്ക് വിവേകമാണ്. നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഒരു വികാരത്തെ അടിമപ്പെടാത്തവരാണ്, വിവേകപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ തന്നെ ഈ പ്രാവശ്യം ആ ഒരു തരംഗം ഉണ്ടായത് നരേന്ദ്രമോദിയുടെ ആ ഒരു ഇതുകൊണ്ട് മാത്രമെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ഒരു ഇതും മതവിദ്വേഷവും പിന്നെ എല്ലാ വാഗ്ദാനങ്ങളും നൽകി ഒന്നും നിറവേറ്റിയില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പുള്ളി വിട്ടുകൊടുത്തു. ഇവിടെ പിള്ളേരൊക്കെ എല്ലാം വിദേശത്തേക്ക് പോയി. പിന്നെ സാമ്പത്തികമായിട്ടാണെങ്കിൽ കേരളത്തിനാണെങ്കിലും കേരളത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയും. പക്ഷേ എന്നാലും BJPക്ക് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞു. അല്ല, അത് BJPയുടെ സീറ്റ് BJPയുള്ള സ്നേഹം കൊണ്ടല്ല, അത് സുരേഷ് ഗോപിയുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയത് വ്യക്തിപരമായിട്ടുള്ള വോട്ടാണത്. അതിപ്പോൾ നമ്മൾക്ക് ഇഷ്ടമാണ് സുരേഷ് ഗോപിനെ. വ്യക്തിപരമായിട്ട് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ആ
വ്യക്തിത്വത്തെ BJP ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയ സീറ്റാണ്. അപ്പൊ ഇനി വേറെ എവിടെയും നേടാൻ സാധിക്കുന്നില്ല. ഇല്ല. അത് സുരേഷ് ഗോപി എന്ന വ്യക്തി വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മലയാളികൾ പണ്ട് അംഗീകരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെയാണ്, രാഷ്ട്രീയപരമായിട്ടില്ല. ഇവിടെ നിന്നാൽ നമ്മൾ ആ ഒരു വ്യക്തിനെ ഇത് വരും. പിന്നെ രാഷ്ട്രീയം ചിന്തിക്കാൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് മാറ്റം വരും. അതൊരു പ്രത്യേക വ്യക്തി തന്നെയാണ്. വയനാട്ടിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്തായിരിക്കും ജനങ്ങൾ സ്വീകരിക്കും? അത് ജനങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു കാര്യം, ഇപ്പോൾ ദേശീയ തലത്തിൽ മോദിക്കെതിരായിട്ട് പ്രിയങ്ക ഗാന്ധി തന്നെ വരണം. ഏറ്റവും വ്യക്തിപരമായിട്ട് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി. പിന്നെ ഫാമിലിയായിട്ട് പല ഇതുണ്ടാകും, പക്ഷേ ഒരു വ്യക്തി എന്ന രീതിയിൽ രാഹുലിനേക്കാളും വ്യക്തിത്വമുള്ള ആളാണ് പ്രിയങ്ക ഗാന്ധി. എന്നുവെച്ചാൽ അവിടെയുള്ള നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടെല്ലാം വികാരമാണ്, വിവേകമല്ല, ഒരു പരിധിവരെ വികാരമാണ്, എന്തെങ്കിലും കാര്യം. അപ്പോൾ അവിടെ ആ ഹിന്ദി മേഖലയിൽ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു സ്വാധീനം കുറച്ചെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരാൾ, ഒരു വനിത എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധിയാണ് ഏറ്റവും ബെറ്ററാണ്. അതായത് കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ ഇനി അടുത്തതിലേക്ക് വന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധിനെ ഉയർത്തിപ്പിടിച്ച് വേണം വന്നെങ്കിൽ. ഒരു വ്യക്തിപരം, ഇപ്പോൾ നരേന്ദ്രമോദി വ്യക്തിപരമായിട്ട് കിട്ടിയാണ്, സുരേഷ് ഗോപി വ്യക്തിപരമായ ഇത് കിട്ടിയാണ്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു വ്യക്തിത്വമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഇല്ലെന്ന് പറയില്ല, പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ വയനാടുള്ള ജനങ്ങൾ സ്വീകരിക്കും പ്രിയങ്ക ഗാന്ധിയെ? എനിക്കറിയില്ല, അത് ഒരു പരിധിവരെ ആ ഒരു ലെവലിലാണ് വന്നത്. രാഹുൽ ചതിച്ചതുകൊണ്ട് ഇനിയിപ്പോ പ്രിയങ്കയെ സ്വീകരിക്കുന്നില്ല. അതൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറയാം, പ്രിയങ്ക ഗാന്ധി ഇവിടെ ഒതുങ്ങേണ്ട ആളല്ല, അവർ ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഇവിടെ നിന്ന് ഇവിടെ ഞാൻ ഇതായിട്ട് പറഞ്ഞത്, രാഹുൽ ഗാന്ധിയേക്കാൾ സ്വാധീനം ഉണ്ടാവും പ്രിയങ്ക ഗാന്ധി വ്യക്തിപരമായിട്ട് അറിയിക്കില്ല കോൺഗ്രസിൻ്റെ. പക്ഷെ നല്ല ഭരണം തന്നെ കാഴ്ചവെക്കണം. ഇതുപോലെ നമ്മുടെ എല്ലാം വിറ്റുവലക്കുന്നതിലേക്ക് എത്തരുത്. എല്ലാം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എല്ലാവർക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും നമ്മുടെ ഇതിലേക്ക് വന്നില്ല. കോൺഗ്രസ് ഉണ്ടായത് എന്ന് വെച്ചാൽ ഞാൻ കോൺഗ്രസ് ന്യായീകരിക്കില്ല, അന്ന് ഇത്രയും വിൽപ്പനയില്ലായിരുന്നു. അന്ന് കള്ളന്മാരായിരുന്നെങ്കിൽ ഇന്ന് കൊള്ളക്കാരാണ്. വിറ്റങ്ങനെ എല്ലാം കൊടുക്കും, നമുക്കൊരു അവകാശം ഇല്ലാതെയില്ല. മറ്റേത് കൊടുത്താലും ഒരു പരിധി ഉണ്ടായിരുന്നു, കൊടുക്കുന്നതിൽ ഒരു പരിധിയായിട്ട് നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ എല്ലാം പോയി, എല്ലാം വിട്ടു പോയി. ഇപ്പോൾ പിള്ളേർക്ക് നിങ്ങൾക്കാണ് വരുന്ന തലമുറക്കൊരു ഇതില്ല. ഇപ്പോൾ ഈ കൊച്ചുമ്പോട്ട് അവരുടെ ഇഷ്ടംപോലെ വേക്കൻറ്റ് വരുന്നതാണ്. BSNL നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവിടെ അദാനിക്ക് കൊടുത്തത് എന്തായി കാണിക്കുന്നത്? അതല്ലേ നമ്മുടെ അവർ പറഞ്ഞാൽ നമ്മുടെ മാതൃസ്നേഹമെന്നും പറഞ്ഞാൽ അവർ കയറിയത്. എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞാൽ നമ്മൾ കയറിയത്. ഇന്ത്യയിൽ ഉണ്ടാക്കി ഇതെല്ലാം അവർ വിറ്റുപടിച്ചില്ലേ? അതിനകത്ത് കുറച്ച് തെറ്റാണ്, അതിൻ്റെയൊക്കെയാണ്, വേറെ ഒന്നുമല്ല അത്. അപ്പോൾ അവർ ആ ഒരു ലെവലിൽ നിന്ന് വെച്ചെങ്കിൽ BJP രക്ഷപ്പെടുമായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വെച്ചെങ്കിൽ നമ്മുടെ ഇനിവന് തലമുറയ്ക്കെല്ലാം പുള്ളിയുടെ എന്ന് വെച്ചാൽ പ്രഭാഷണം മാത്രമേ ഉള്ളൂ, പ്രവൃത്തി തന്നെയില്ല. നരേന്ദ്രമോദിയുടെ എല്ലാ പ്രഭാഷണവും ഉണ്ട് നല്ല, പക്ഷേ പ്രവൃത്തിയിലേക്ക് എത്തുന്നില്ല. ആ ഒരു ലെവലിൽ പോകണം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ആരായിരിക്കും മത്സരിക്കാൻ വരുന്നുണ്ടാവുക? BJP എന്ന് പറയുന്നത് K. സുരേന്ദ്രൻ ആയിരിക്കും എന്നാണ്. ഇല്ല, BJP K. സുരേന്ദ്രൻ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത്രയും വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുള്ളിക്കൊരു ആനി രാജ ഇപ്രാവശ്യം 2ാം സ്ഥാനത്താണ് എത്തിയത്. ഇനിയിപ്പോ ഒന്നും കൂടി മത്സരം വെക്കുകയാണെങ്കിൽ അത് ജയിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആനി രാജ നിൽക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരമൊന്നും കാണിക്കില്ല ജനങ്ങൾ. ഇവിടെ ഭരണവിരുദ്ധ വികാരം വെച്ചാൽ കേന്ദ്ര വിരുദ്ധ വികാരമാണ് ഇവിടെ ഉള്ളത്. കേന്ദ്രത്തിൽ വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിനെ അത് പുള്ളിയോടുള്ള വികാരം വെച്ചാൽ പുള്ളിയുടെ ഇതാണ്. പുള്ളി നല്ലൊരാളായെന്നും പറഞ്ഞാൽ നമ്മളും അംഗീകരിച്ചു വന്നത് നമ്മളാ പക്ഷേ പുള്ളി അതിനൊക്കെ മാറ്റം വന്നില്ല. കുറേ മാറ്റം വെച്ചാൽ എല്ലാ സാധനവും നമ്മുടെ പൊതുമേഖല, നമ്മുടെ ഇന്ത്യ എന്നുള്ളതിൽ പൊതുമേഖലക്ക് സാധനം മൊത്തം പുള്ളി കൊടുത്തു. അത് ഏറ്റവും വലിയ തെറ്റായി പുള്ളി കാണിച്ചു. അല്ലെങ്കിൽ പുള്ളി തന്നെ വരുവായിരുന്നു, എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്യേണ്ടി. ഇപ്പോൾ 50 രൂപ പെട്രോൾ കൊടുക്കുമെന്ന് പറയാമെന്ന് കയറിയപ്പോൾ ഇപ്പോൾ എത്ര പെട്രോളിൻ്റെ ഭയങ്കര വിലയിൽ പോലെ എല്ലാ സാധനത്തിനും വില കൂടിയില്ലേ? ഒന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാം പണ്ടൊരു 500 പച്ചക്കറിക്ക് ഇതെല്ലാം എല്ലാം ഈ ഡീസലിൻ്റെയും ഇതിൻ്റെയൊക്കെ വിലയാണ് എല്ലാവരും ആശ്രയിച്ചത്. എല്ലാവരും പറയണതാണ്. നമ്മൾ ചോദിക്കുന്നത് ഡീസലിൻ്റെ വില കൂടി, എന്ത് ചെയ്യാൻ പറ്റും? 80 രൂപ ഉണ്ടായിരുന്ന ചെറുപയറിന് ഇപ്പം 168 രൂപ, 170. സാധാരണക്കാരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. നമ്മൾ ഇപ്പം ഇവിടെ ജീവിക്കാൻ പറ്റിയ ആർക്കാണെന്നറിയാം. ഇവിടെ ജീവിക്കാൻ പറ്റില്ല അവർക്ക്. ഇവിടുന്ന് പൈസയും കൊണ്ടുപോയിട്ട് ഉത്തരേന്ത്യയിലും അവിടെയുള്ള ഉത്തരേന്ത്യയുള്ള അവർക്ക് വന്ന് ഇവിടുന്ന് പൈസയും കൊണ്ട് അവിടെ ജീവിക്കാം.
ആ പൈസ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അവർക്കൊരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൈസ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് അവർ എന്തെങ്കിലും ഇതൊക്കെ കഴിച്ച് ചെവ് ചുരുക്കി കിടക്കണതൊക്കെ ചുരുക്കി അവിടെ അവർക്ക് ജീവിക്കാം. പക്ഷെ ഇവിടെയുള്ളവർക്ക് പൈസ കൊണ്ട് നമ്മുടെ കേരളത്തിൽ അത്രയ്ക്ക് വിലയിൽ പോയി. അവിടെ എല്ലാത്തിനും വില കുറവല്ല, അധികം വിലയില്ല, എല്ലാം അവിടെ കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവരിവിടെ നിന്ന് പോകുമ്പോൾ സമ്പന്നമാണ്. പക്ഷെ ഇവിടെയുള്ളവർ പോകണം വിദേശത്തേക്കാണ് പോകുന്നത്. ഇവിടെ പിള്ളേർ ഇപ്പോൾ കാനഡയിലും അമേരിക്കയിലും UK ഒക്കെ അങ്ങോട്ട് പോയി. അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനിയുള്ള തലമുറ ഇവിടെ ഇല്ല. നമ്മുടെ പിള്ളേർ ഇവിടെ ഇല്ല, എല്ലാവരും പോയിക്കൊണ്ടിരിക്കും. ഇനി എല്ലാം ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഞാനൊക്കെ പ്രായോഗിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ വേറെ ഇവിടെ പിള്ളേരുണ്ടാവില്ല. നമ്മളെ നോക്കാൻ തന്നെ പിള്ളേരുണ്ടാവില്ലേ. അവർക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ PSC വഴി ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. വേറെ സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ്റെ ഒരാൾക്ക് ജോലി കിട്ടുന്നില്ല. ഒരു വേക്കൻറ്റ് റിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ അവർ ഭയങ്കര സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവിടെ ജീവനക്കാരില്ല. 10 മണിക്കൂർ കഴിഞ്ഞാൽ അവർ പോകണത് 6 മണിക്ക് 7 മണിക്കൊക്കെ പോകണം. ഭയങ്കര സമ്മർദ്ദമാണ് ജോലി. അവർ പറഞ്ഞ കേൾക്കണം. അവിടെയൊക്കെ ആൾക്കാർ അപ്പോയിൻമെൻറ്റ് ചെയ്യില്ല കൊടുക്കും. പിന്നെ ബാങ്കിലാണെങ്കിൽ ഒരു രക്ഷയില്ല. ബാങ്കിലാണെങ്കിൽ ഇപ്പോൾ മിനിമം ഇത്ര ബാലൻസിൽ അപ്പം തന്നെ കട്ട് ചെയ്യും. ബാലൻസിൽ അപ്പം തന്നെ അടിക്കും. അതൊക്കെ എന്താ കാണിക്കണം? അത് എവിടെയാണ് പൈസ പോകണം. പിന്നെ ഗ്യാസിൻ്റെ വിലയാണെങ്കിൽ ഇപ്പം ഈ പ്രാവശ്യം കുറച്ച് കുറച്ചിട്ടുണ്ട്. എന്താ വില? ഭയങ്കര വിലയല്ലേ മോളെ. സംഗതി എല്ലാം കൊണ്ട് ആകെ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ലോണിലാണ് ജീവിക്കണം. എല്ലാവരും വലിയ ആഡംബരത്തിന് എല്ലാവരും പോകുന്നുണ്ട്. പൈസക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല. ഇപ്പം വന്നത് ഒരു മീഡിയത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇനി താഴേക്ക് പോകുന്നു. അവരൊരിക്കലും ഉയരുമില്ല. ഇപ്പോൾ ഒരു മീഡിയത്തിൽ ആൾക്കാർ പിടിച്ച് നിൽക്കുന്നുണ്ട്. മിഡിൽ ക്ലാസ് ആയിട്ട് അവരിനി ഉയർന്നു വന്നില്ല. അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അവർ രക്ഷപ്പെടുള്ളൂ. അല്ല അവർ താഴേക്ക് പോകും. ഇപ്പോൾ ഹൈ ലെവലിൽ പോകുന്നവർക്ക് അങ്ങോട്ട് പോവാം. അല്ലാത്തത് ഇനി അതിലേക്ക് മറ്റേത് ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ പോകാമായിരുന്നു. നമ്മുടെ ചിലവൊക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ല. ആകെ ബുദ്ധിമുട്ടാണ്. വയനാടത്തെ കാര്യം നമുക്ക് രാഹുൽ ഗാന്ധി കാണിച്ചത് എന്തായാലും ഇതാണ്, ചതിയായിപ്പോയി. അതൊരു ചതിയല്ല പുള്ളി കാണിച്ചത്. അതൊരു തെറ്റായൊരു തീരുമാനം ഇവിടെ വിട്ടത്. അല്ലെ പുള്ളി ഇവിടെ നിൽക്കണമായിരുന്നു. അവിടെ തന്നെ പുള്ളി നിൽക്കണം. അതാണ് പിന്നെ അവിടെ ഇവിടെയും ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ മാത്രം ഉപയോഗിച്ചെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ലെവലല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മൾ രക്ഷിച്ചതല്ലേ പുള്ളിനെ. ആ സ്ഥാനത്ത് പുള്ളി ഇവിടെ നിൽക്കലായിരുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ കൈവിട്ട പ്രാവശ്യം വിട്ടതല്ലേ അവിടെ. ആ സമയത്ത് പുള്ളിക്ക് ഇവിടെ തന്നെ നിൽക്കുക. എന്നെ കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റിലേക്ക് എത്തിച്ചത് മലയാളികളാണ്, കേരളക്കാരാണ്. എനിക്ക് അവിടെ തന്നെ നിൽക്കണമെന്ന് പുള്ളിക്ക് തോന്നാൻ. എന്നാൽ ആ പുള്ളിക്ക് അവിടെ വെച്ചിട്ട് മറ്റവരവിടെ നിർത്തിയാൽ മതിയായിരുന്നു. അവർ ജയിക്കുകയും ചെയ്യായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഇവിടെ അല്ലേ, അവരവിടെ ഏറ്റവും നല്ലത്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. അവിടെ അവർക്ക് നല്ല സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവിടെ ജയിച്ചാലും ഇവിടേക്ക് വർത്താനം മാത്രമേ ഉള്ളൂ. വെറുതെ വന്നിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളി വന്ന് എവിടെയും വിഷയമുണ്ട് ഓടി വരും, വന്നിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പുള്ളി ഒരു അടിസ്ഥാനമായിട്ട് എന്താണ് എന്നൊന്നും പുള്ളിക്ക് അറിയില്ല. അദ്ദേഹത്തെ ഇവിടെ പുള്ളി ഈ പഠിച്ചു തന്നെ ഉണ്ട്. ഒരു വർഷം ഈ പ്രാവശ്യം കൂടി പുള്ളി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഞങ്ങൾക്കറിയാൻ പറ്റും. പക്ഷെ പുള്ളി പോയില്ലേ. പിന്നെ ഇനി പുള്ളി ഇവിടെ ഓർക്കുമോ? ഇവിടെ ജയിക്കാനും സാധ്യത കുറവാണ്. ഇനി ജയിക്കില്ല. ഇവിടെ ഒരുമാതിരി വിവരമുള്ള ആൾക്കാരെ വോട്ട് ചെയ്യില്ല. പിന്നെ ഓരോ തന്ത്രങ്ങളല്ലേ, രാഷ്ട്രീയ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം നൽകി ഞങ്ങൾ അങ്ങനെ ചെയ്യാന്നൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ കാര്യം പുള്ളി ഒരു BJPക്കാരനായിട്ടല്ല വോട്ട് ചെയ്തേക്കണം. അതായത് എല്ലാം ചെയ്തേക്കണം. പുള്ളി ഒരു വ്യക്തിപരമായിട്ട് നല്ലൊരു വ്യക്തി തന്നെ പുള്ളി, നല്ലൊരു വ്യക്തി തന്നെ പുള്ളി ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്നുവെച്ചാൽ നമ്മുടെ BJP തലത്തിൽ പുള്ളിയെ കൂട്ടുന്നു. BJP തലത്തിൽ പുള്ളിക്ക് ആ ഒരു ഇതില്ല. വ്യക്തിപരമായിട്ട് നല്ലൊരു വ്യക്തി. ഇനിയും പുള്ളി വോട്ട് കിട്ടും, ജയിക്കാം. പുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് അവസരം കൊടുത്തല്ല, അതാരും ചെയ്തിട്ട്. ഇനി ഇതല്ല, പുള്ളിക്ക് തന്നെ അവരെ പാർട്ടി തന്നെ പുള്ളിക്ക് ഭാരം വരുമെന്ന് കഴിഞ്ഞ് പേടി. പുള്ളിക്ക് നല്ല പ്രവൃത്തി കൊണ്ടേ, നല്ല പ്രവൃത്തി ചെയ്യും തോറും ഒരാൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വന്നിട്ട് പുള്ളി ഏറ്റവും നല്ല ചെയ്യുന്നതുകൊണ്ടാണ്. ചിലർക്ക് അസൂയ ഉണ്ടാവും, ചിലപ്പോൾ സ്ഥാനമോഹികളുണ്ടാവും, അവർക്കൊന്നും കിട്ടാൻ പോയി. പിന്നെ പുള്ളിക്ക് ജനങ്ങളുടെ നല്ല സ്വാധീനം ഉണ്ടാവും. അതൊക്കെ ചിലർക്ക് അംഗീകരിക്കപ്പെടാൻ പറ്റില്ല. പുള്ളി വരുമ്പോൾ ആൾക്കാർ കൂടുന്നു, പുള്ളിനെ അംഗീകരിക്കുന്നു. അതൊക്കെ ചിലർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വയനാടുകാരോട് കാണിച്ചത് ചതിയാണെന്ന് പറയാൻ പറ്റും. പുള്ളി ഒരു നോർത്ത് ഇന്ത്യൻ പേഴ്സണാണ്, അതുകൊണ്ട് പുള്ളി അത് ചൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ പുള്ളി വയനാട് പൂർണ്ണമായി ഉപേക്ഷിക്കത്തില്ല, കാരണം പുള്ളി ഇവിടെ നിന്ന് ജയിച്ചു പോയ വ്യക്തിയാണ്.
അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് ഏതെങ്കിലും നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് ആ മണ്ഡലം പുള്ളി വേണ്ട രീതി വിനിയോഗിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി, രാഹുലിനേക്കാളും കുറച്ചുകൂടി എനർജറ്റിക് പ്രിയങ്ക ഗാന്ധിയാണ്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ റായ്ബറേലി സ്വീകരിച്ചതുകൊണ്ട് വയനാടുള്ള ജനങ്ങൾ മാറ്റി ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഒരു കോൺഗ്രസ്സിലെ നല്ലൊരു നേതാവ് തന്നെയാണ്. എസ്പെഷ്യലി കസിനില്ല സിസ്റ്ററാണ് വയനാട്ടിലും വരുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ അവരുടെ ഒരു ആശയം തന്നെയാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നാലും ഒരു ആശയം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും പോസിറ്റീവായിട്ട് വരത്തുള്ളൂ. വയനാടുള്ള ജനങ്ങൾ കോൺഗ്രസിനെ കൈവിടില്ല, ഒരിക്കലുമില്ല. കാരണം അതിൻ്റെ നേട്ടങ്ങൾ, പക്ഷേ അതിൻ്റെ പ്രധാന പോരായ്മ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ, അന്ന് പ്രളയം വന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു. പക്ഷെ അത് അവിടുത്തെ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് അവർ വേണ്ടത് ചെയ്തില്ല ഒരുപാട്. പക്ഷെ എന്നാലും വയനാടുള്ള ജനങ്ങൾ രാഹുലിനെ വിശ്വസിച്ചിട്ടല്ലേ വോട്ട് കൊടുത്തത്. ബട്ട് രാഹുലാണെങ്കിലും പ്രിയങ്ക ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരേ കൺസെപ്റ്റ് തന്നെ ആയിരിക്കും, ഒരേ ലെവൽ തന്നെ ആയിരിക്കും. രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് പൊളിറ്റിക്സ് ഫാമിലി ആയതുകൊണ്ടും ആ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയങ്ക ഗാന്ധി വന്നാൽ വയനാട്ടിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ആരായിരിക്കും മത്സരിക്കാൻ എത്തുന്നത്? അല്ല, അത്രയും കോമ്പറ്റീഷൻ വരത്തില്ല. മറ്റുള്ള പാർട്ടികൾ നോക്കുമ്പോൾ ആരാ ഉള്ളത്? കെ സുരേന്ദ്രനാണെന്നാണ് പറയുന്നത് BJP മത്സരിക്കുന്നത്. ഇനിയിപ്പോൾ ആനി രാജ ഇപ്പോൾ ഇപ്രാവശ്യം 2ാം സ്ഥാനത്ത് എത്തിയതാണ്. അപ്പോൾ ആനി രാജയ്ക്ക് ഇനി ചാൻസ് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? ആനി രാജ ഒരു നല്ലൊരു വ്യക്തിയാണ്, മോശമില്ലാത്ത ഒരു വോട്ടിലൂടെയാണ് 2ാം സ്ഥാനത്ത് എത്തിയത്. നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് ആനി രാജയും. അപ്പോൾ ചാൻസ് ഉണ്ടാവോ പ്രിയങ്ക ഗാന്ധി ആനി രാജി നിന്ന് കഴിഞ്ഞാൽ? പക്ഷെ രാഹുൽ ഗാന്ധി വന്നു പോയൊരു മണ്ഡലമായതുകൊണ്ട് അവിടെ എനിക്ക് വന്നിട്ട് കൂടുതലും പ്രയോറിറ്റി. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിനെ സ്വീകരിച്ചതുകൊണ്ട് ജനങ്ങൾ അതിൻ്റെ വിരുദ്ധമായിട്ട് വോട്ട് ആനി രാജിക്ക് കൊടുത്താലോ? കാരണം ഇപ്പോൾ ഈ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോഴേ ഈ ഭരണം വളരെ മോശമായതുകൊണ്ടും BJP അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇവിടെയും കാണിക്കുമെന്നാണ്. ആ ഒരു വികാരം ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അത് ഈ ഇലക്ഷന് നമുക്കെല്ലാവരും കണ്ടു ബോധിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഈ ആനി രാജയെ നിർത്തിയാലും ഗുണം ചെയ്യത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉറപ്പായിട്ടും ഗുണം ചെയ്യത്തില്ല. അപ്പോൾ LDF വിരുദ്ധമാകുമോ ഇനി കേരളം? ബംഗാളിനെ പോലെ ഒരു അവസ്ഥ കേരളത്തിനും വരുമോ? ഷുവർ, അത് തീർച്ചയായിട്ടും വരും. കാരണം അത്രയ്ക്ക് നല്ലൊരു ഭരണമാണല്ലോ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭരണമാണ് കേരളത്തിൽ മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും. കാരണം ഇവരുടെ ആറ്റിറ്റ്യൂഡ് മുതലാളിത്ത വിവിധ രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രഹസ്യമായിട്ട് മുതലാളിമാരെ സപ്പോർട്ട് ചെയ്തും പരസ്യമായിട്ട് മുതലാളിമാരെ എതിർക്കുന്ന ഒരു പ്രവണതയാണ് ഇവർക്കുള്ളത്. കാലുമാറുന്ന ഒരു പ്രവണതയാണ്. ഇപ്പോൾ കൂടെ നിൽക്കുന്നവരെ ഒരു സാഹചര്യം നോക്കി ഒഴിവാക്കുന്നൊരു സ്വഭാവം ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്ന സ്വഭാവമുള്ള പാർട്ടിയാണ്. ജനങ്ങളെ ചതിക്കുക, അതായിരിക്കും പറയാം. ജനങ്ങളെ പൂർണ്ണമായിട്ടും ചതിക്കുന്ന ഒരു ഭരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് എന്ത് കാര്യം കൊണ്ടുവന്നാലും അത് മാക്സിമം ഡിലേ ആക്കി മനുഷ്യനെ മുഷിപ്പിക്കുക, അതാണ് ഈ ഒരു പ്രസ്ഥാനം ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ നേട്ടങ്ങളുണ്ട്, അത് രഹസ്യമായിട്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. പക്ഷേ സമൂഹത്തിൽ അത് വേണ്ട രീതിയിൽ ഗുണം ചെയ്യുന്നില്ല ഇവരുടെ ഈ ഭരണം കൊണ്ടുകൊണ്ട്. ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പം കേരളത്തിൽ പൊതുവെ ആയിട്ടും, അങ്ങനെ പറയാൻ പറ്റും. ഇനി അടുത്ത ഇലക്ഷനും വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഇവർക്കൊരു കാര്യമായ ഒരു നമ്പർ കിട്ടുമെന്ന് എനിക്ക്. കാരണം ഇപ്പം 99 കിട്ടിയല്ലോ, അതിൻ്റെ പകുതി പോലും കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇനി വരുന്ന ഇലക്ഷനിൽ. കാരണം അത് കണ്ടുകൊണ്ടാണ് ഇവർ പറയുന്നത്. കാരണം നേരത്തെ MP ഇലക്ഷനിലും ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, MLA ഇലക്ഷനിലേക്കാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് ശരിക്കും ഇവർക്കത് ദോഷം ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് പൂർണ്ണമായും നശിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ചതിച്ചു എന്നല്ലല്ലോ, അവിടെ പുള്ളി അവിടെ ജയിച്ചല്ല, മത്സരിച്ച് ജയിച്ചല്ല. അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് ജയിക്കുന്ന സ്ഥലമാണല്ലോ അത്. പക്ഷെ ഇതിനു മുന്നേ റായ്ബറേലി ചതിച്ചതായിരുന്നു. റായ്ബറേലിയിൽ കിട്ടാതെ പോയതായിരുന്നു. കിട്ടാതെ പോയതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ അപ്പോൾ വയനാടുള്ള ജനങ്ങളാണ് സ്വീകരിച്ചത്. അപ്പോൾ അത് വയനാട് വീണ്ടും ഒരു മത്സരം വരും, അതാരായിരിക്കും എന്ന് പറയാൻ പറ്റൂല.
ഒന്നെങ്കിൽ അവരുടെ ഇതിൽപ്പെട്ട രാഹുൽ ഗാന്ധി വയനാടിനെ ഇട്ടിട്ട് റായ്ബറേലിയിലോട്ട് പോയത് ഒരു ജനങ്ങളുടെ മനസ്സിലൊരു ഇതായിട്ട് മാറുമോ? മാറിയല്ല. കാരണം ജനങ്ങൾ ഇന്നും മനസ്സിലാക്കാനായിട്ട് ബോധവാന്മാരാണ്. കാരണം അവിടെ ഇവർക്ക് കിട്ടാത്ത സീറ്റായിരുന്നു. അവരുടെ അമ്മയൊക്കെ ഉള്ളപ്പോൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഇത് നോക്കി ഈ ജനങ്ങളുടെ ആവശ്യം നോക്കുക. ഈ ഇവിടെ വയനാട് വീണ്ടും ഒരു മത്സരം വരുമ്പോൾ ചിലപ്പോൾ പ്രിയങ്ക ആയിരിക്കുള്ളൂ. ഇപ്പം മത്സരിക്കാൻ പറയുന്നത് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആയിരിക്കും എന്നാണ്. വയനാടുള്ള ജനങ്ങൾ സ്വീകരിക്കുമോ? സ്വീകരിക്കുമല്ല. സ്വീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഭരണം മൊത്തത്തിൽ മടുപ്പായില്ല അത് ജനങ്ങൾക്ക്. മൊത്തം ഭരണം ഈ കേരളത്തിലെ ഭരണമായാലും ശരി, കേന്ദ്രത്തിലായിരുന്നാലും ശരിയാണ്. മൊത്തം ജനങ്ങൾക്ക് ഭരണത്തെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമില്ല. ഇനി മോദി സർക്കാർ എങ്ങനെ വരുമെന്നറിയില്ല. സ്വർണത്തിന് 55,000 രൂപയായി. ഒരു പാവപ്പെട്ടവനെ കെട്ടിക്കൂല അല്ലേ? എൻ്റെ മകളെ കെട്ടിച്ചപ്പോൾ 25 പവൻ കൊടുത്ത് 11,000 രൂപയായിരുന്നു 14 കൊല്ലത്തിന് മുമ്പ്. ആയിരുന്ന സ്ഥലത്താണ് 14 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ 55 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിനൊക്കെ വില കൂടുമ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് താല്പര്യം കൂടുതൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ജനങ്ങൾക്ക്. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ ഭരണത്തിൻ്റെ ഇത് വളരെ മോശമാണെന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാനെന്താ പറയാനുള്ളത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി പോയെങ്കിൽ നല്ല അഭിപ്രായമാണ്. രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി ചെയ്തതിൽ തെറ്റില്ല എന്നാണ്. തെറ്റില്ല. 2 സ്ഥലത്ത് നിന്ന് മത്സരിച്ച് 2 സ്ഥലത്തും സ്വീകരിച്ച്. തള്ളിക്കളയാനാണെങ്കിൽ വയനാട് ഈ പ്രാവശ്യം തള്ളിക്കളയായിരുന്നല്ല. 2 സ്ഥലത്തും സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ പ്രിയങ്ക ആയിരിക്കുമെന്ന് എനിക്ക് തോന്നണ്. അല്ല, ജനങ്ങളുടെ സംസാരമാണ് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ ആനി രാജയാണ് ഇനി പിന്നെ ഒരു പ്രാവശ്യം കൂടി നിൽക്കുന്നതെന്ന് വെച്ചാൽ മാറാൻ സാധ്യത ഉണ്ടോ? മാറാൻ സാധ്യതയില്ല. LDF-ലോട്ട് വോട്ട് പോകുന്നതൊന്നും വയനാടുള്ള പോയില്ല. LDF-ലോട്ട് ഒട്ടും പോകില്ല. BJP-ലോട്ട് പോയാലും കാരണം പറഞ്ഞുതരാം. അതിനകത്ത് നമ്മൾ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സ്ഥലത്ത് BJP-ക്ക് വോട്ട് ഭൂരിപക്ഷം. അഭിപ്രായം ഇല്ലെന്നാണ് എൻ്റെ കണക്ക്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു? ഭരണത്തിൻ്റെ മോശം കൊണ്ടായിരിക്കും. ഈ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർഡായി പോയവർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിലും സാധാ പിച്ചക്കാരുടെ ആ ഒരു പെൻഷനില്ല. അത് ഭയങ്കര ദയനീയാവസ്ഥയാണ്. ദയനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ചായ പോലും കുടിക്കാതെ പല കടയുടെ കോലായാലും വളരെയധികം ഈ ഗവൺമെൻറ്റിനെ പ്രായിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് ഇപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഈ പെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. സാധാ ഈ വാർദ്ധക്യ പെൻഷൻ എന്ന് പറയുന്നത് 6 പെൻഷനുണ്ടോ? എനിക്ക് പെൻഷനുണ്ട്, വാർദ്ധക്യ പെൻഷനുണ്ട്. കിട്ടിയായിരുന്നോ? 6 മാസമായിട്ട് കിട്ടിയിട്ടില്ല. ഇലക്ഷൻ്റെ മുന്നേ 3 മാസത്തെ കിട്ടിയതല്ലോ. 3 മാസം കൊടുത്തില്ല. 3 മാസം കൊടുത്തില്ല, 2 മാസമായിട്ടേ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. 6 മാസം ഇനി മൊത്തം കിട്ടാനുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടിയോ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഈ ഗവൺമെൻറ് ജീവനക്കാർ പിരിഞ്ഞു പോയവർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ സാധാരണ പിച്ചക്കാരുടെ ആ വാർദ്ധക്യ പെൻഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര ദയനീയാവസ്ഥയാണ്. ഒരു ചായക്കടയുടെ വാതിക്ക് കഴിഞ്ഞിട്ട് ഒരു ചായക്ക് പോലും. ഇനി LDF-നോട് ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ കാണിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, LDF കേരളത്തിൽ ഇല്ലാതാവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലാതെ ആവുകയെന്ന് പറയാം. പശ്ചിമ ബംഗാളിൽ ഇല്ലാതെ ആയില്ല. എത്രയോ കൊല്ലങ്ങൾ ഭരിച്ചു. LDF തന്നെ കളഞ്ഞെടുത്താണ്. ഇപ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു, ഞാൻ CPI-ക്കാരനാണ്. ഇപ്പം CPI ഞങ്ങളുടെ നേതാവ് പറഞ്ഞ് പിണറായി വിജയനോട് രാജിവെക്കാൻ പറഞ്ഞു. അത്തരം വെക്കുമെന്ന് നേരിട്ട് കണ്ട് ചോദിക്കുക. ഏത് ചാനലാണ്? ക്രൈമാണല്ലേ. പിന്നെ എന്താ പറയാനുള്ളത്, ജനങ്ങൾ നമ്മളൊരാളല്ലല്ലോ, ജനം മൊത്തം തീരുമാനിക്കണമല്ല. ഭരണം നല്ലതാണെന്ന് അവർ തന്നെ തീരുമാനിച്ചാൽ പറ്റൂലല്ലോ, ജനം തീരുമാനിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഭരണം നല്ലതാണെങ്കിൽ നല്ലതായിക്കോട്ടെ. ഇപ്പോൾ മോദി സർക്കാർ 3ാം ഭരണമാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി നല്ലപോലെ ഭരിച്ചെന്നാൽ വീണ്ടും അവർക്ക് 4ാം പ്രാവശ്യം വരാം. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും 3ാമത്തെ പ്രാവശ്യം കിട്ടിയത് 2 വട്ടവും ഭരണത്തിൽ
മോശമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കുമോ? അതുകൊണ്ടല്ല, മോശം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. മോശം വളരെയധികം ബുദ്ധിമുട്ട് അല്ലെന്ന് ഇത്രയും വിലക്കയറ്റം എന്ന് പറയുന്നത് സാധാരണ കേന്ദ്രത്തിന് സാധിക്കില്ല കുറേയൊക്കെ പിടിച്ചു നിർത്താനായിട്ട്. സംസ്ഥാനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ച് പിടിച്ചു നിർത്താനായിട്ട് കേന്ദ്രത്തിനെ കൊണ്ട് സാധിക്കും. ഇത്രയും വില അരിക്കൊക്കെ എന്താ വില, സ്വർണത്തിൻ്റെ വില കൂടണ പോലെ തന്നെ അരിക്കും വില കൂടിക്കൊണ്ടിരിക്കും. എന്തോ ആയിക്കോട്ടെ, നല്ല ഭരണം ഭരിച്ചെന്നാലേ അവർക്ക് കൊള്ളാം.